IDS CUET എക്സാമിനേഷന് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പേപ്പറാണ് ലാംഗ്വേജ് പേപ്പർ. ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ട് അതിനകത്തുനിന്നും വെറും 40 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്ക് ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് മാർക്കിങ്ങൾ സംഭവിക്കും. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്കതിൽ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഇതിന് വേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് ആണ്. ഈ സിസ്റ്റമാറ്റിക് ആയ ലേണിംഗ് ആണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പിൽ കൃത്യമായ ക്ലാസ്സുകൾ ഇംഗ്ലീഷിൻ്റെത് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒരു ഇംഗ്ലീഷിൻ്റെ സീരീസ് തുടങ്ങുകയാണ്. ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, വൊക്കാബുലറി, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് സൈലത്തിൻ്റെ ലക്ഷ്യം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. എറർ കറക്ഷനിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് ചിലപ്പോൾ 4 ഭാഗങ്ങളാക്കി അതിനെ മാറ്റും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്നും ഏതോ ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ A, B, C, D എന്ന് തന്നിട്ട് ഇതിൽ ഏതോ ഒരു ഭാഗത്ത് നമുക്ക് കറക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അത് സ്പോട്ട് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതും പ്ലസ് നമ്മളൊരു അഡീഷണലി വൊക്കാബുലറി ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദീസ് കാറ്റൽസ് ആർ മൈൻ. ദിസ് ഇസ് ഇൻകറക്റ്റ്. എന്താണ് മിസ്റ്റേക്ക്? ദീസ് കാറ്റൽ ആർ മൈൻ. ദാറ്റ്സ് എനഫ്. കാറ്റൽസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പീപ്പിൾ, പോൾട്രി, ജെൻട്രി, പെലിസ്, കാറ്റിൽ എന്നൊക്കെ പറയുന്നത് ഓൾറെഡി പ്ലൂറലാണ്. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണ്ട, എസ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹിസ് മൂവീസ് അച്ചീവ്സ് വാട്ട് ദ ബെസ്റ്റ് ഫെയറി ടൈൽ ഡോണ്ട്. ഈ സെൻറ്റൻസിൻ്റെ അകത്ത് എന്താണ് മിസ്റ്റേക്ക്? ഓപ്ഷൻ എയിൽ തന്നെ ഹിസ് മൂവീസ് എന്ന് പറയുന്നുണ്ട്. മൂവീസ് ഇസ് ഓൾറെഡി പ്ലൂറൽ. സോ നമ്മൾ അച്ചീവ്സ് എന്ന് പറയൂല. കാരണം പ്ലൂറലിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറൽ വേർബ്സ് ആണ് വരിക. അച്ചീവ്സ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്, ഡസ് ഫോം ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, മൂവീസ് വന്ന പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ അച്ചീവ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. എസ് ഫോർ സിംഗുലർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഹീ പ്ലേസ് എന്നാണ് നമ്മൾ പറയാം, ദേ പ്ലേ എന്നാണ് പറയാം. ഹീ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഷീ ആവുമ്പോൾ സിംഗുലർ ആണ് സബ്ജക്റ്റ്, അപ്പോൾ പ്ലേസ് എന്ന് വരണം. ഓക്കെ, ദേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മൾ പ്ലേ എന്ന് പറഞ്ഞാൽ മതി. കാരണം പ്ലേ എന്ന് പറയുന്നതാണ് പ്ലൂറൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. തോ ഹീ ഈസ് റിച്ച് ബട്ട് ഹീ ഈസ് കൈൻഡ്. ദിസ് ഇസ് ഇൻകറക്റ്റ്. എന്താണ് മിസ്റ്റേക്ക്? തോ ഹീ ഈസ് റിച്ച് യെറ്റ് ഹീ ഈസ് കൈൻഡ്. ഒരു സെൻറ്റൻസിൽ തോയിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മളവിടെ ബട്ട് അല്ല ഉപയോഗിക്കേണ്ടത്, അതിനുശേഷം നമ്മൾ യെറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, തോ ഹീ ഈസ് റിച്ച് യെറ്റ് ഹീ ഈസ് കൈൻഡ്. അയാൾ പണക്കാരനാണ്, എന്നിരുന്നാലും അയാൾ എന്തുവാണ്? അയാൾ കൈൻഡും ആണ്. യെറ്റാണ് അവിടെ ഉപയോഗിക്കുക. തോൻ്റെ കൂടെ എപ്പോഴും യെറ്റാണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇങ്ങനെ ബട്ടാണോ വരിക എന്നുള്ളത്. ബട്ടല്ല, അവിടെ യെറ്റാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിമാലയാസ് ഈസ് ദ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. ഇൻകറക്റ്റ് ആണ്. എന്താണ് മിസ്റ്റേക്ക്? ദ ഹിമാലയാസ് എന്നവിടെ വരണം. ദ ഹിമാലയാസ് ഈസ് ദ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെല്ലാമാണ് നമ്മൾ ദ ചേർക്കുക. മൗണ്ടൻ ചെയിൻസിൻ്റെ പേരിൻ്റെ മുൻപിൽ ഓഷ്യൻസ്, സീസ്, ഐലൻഡ്സ്, ഡെസേർട്സ് ഇവരുടെയൊക്കെ പേരിൻ്റെ മുൻപിൽ നമ്മൾ ദ നിർബന്ധമായിട്ടും ചേർക്കണം. ഫോർ എക്സാമ്പിൾ ദ ഇന്ത്യൻ ഓഷ്യൻ, ദ അറേബ്യൻ സീ, ദ സഹാറ ഡെസേർട്ട്, ദ ഹിമാലയാസ്. ഓക്കെ, ഇനി വൊക്കാബുലറി എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വേർഡ്സിൻ്റെ മീനിങ്സ് നമ്മൾ പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഡെയിലി പഠിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു ബേർഡൻ ആവില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രേസൽ വേർബ്സും ഇഡിയംസും നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 2 വൊക്കാബുലറി നോക്കാം, വേർഡ് മീനിങ്സ് നോക്കാം. ഫസ്റ്റ് വേർഡ് ഇസ് എഫോറിസം. എഫോറിസം എന്ന് പറഞ്ഞാൽ പ്രോവേർബ് അല്ലെങ്കിൽ സെയിങ് എന്നൊക്കെ പറയില്ലേ, പഴഞ്ചൊല്ലുകൾ. ഇതിനാണ് നമ്മൾ എഫോറിസം എന്ന് പറയുക. എഫോറിസം മീൻസ് സെയിങ് ഓർ പ്രോവേർബ്സ്. സെക്കൻഡ് വേർഡ് ഇസ് അബോമിനബിൾ. അബോമിനബിൾ മീൻസ് വെരി ഹേറ്റ്ഫുൾ ഓർ റിവോൾട്ടിങ്, ഹൊറിഫൈങ് എന്നൊക്കെ അർത്ഥം. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. വെരി ഹേറ്റ്ഫുൾ, വളരെയധികം വെറുപ്പുളവാക്കുന്നത്. ഹൊറിഫൈങ് ആയിട്ടുള്ളത്, റിവോൾട്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ
നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നതാണ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.